ഹായ് ഹലോ ഇറ്റ്സ് ഐബടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മെയിൻ വണ്ടി യാത്രയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങി കേരളത്തിൽ നിന്ന് കാലി പെട്ടി എടുത്തുകൊണ്ട് നമ്മൾ മഹാരാഷ്ട്രയിലുള്ള രത്നഗിരിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. രത്നഗിരിയിൽ നിന്ന് മെയിൻ ലോഡും എടുത്തുകൊണ്ട് നമ്മൾ കേരളത്തിലോട്ട് തിരിച്ചു പോകാനായിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ എത്തിയിട്ട് ഏകദേശം 2 ദിവസമായി. കഴിഞ്ഞ ദിവസം നമ്മൾ ഹാൾട്ടായി എന്ന് വെച്ചാൽ നമുക്ക് ബോട്ട് വന്നില്ല, ഹാർബറിൽ ജെട്ടിയിൽ ബോട്ട് വന്നില്ല. ജെട്ടിയിൽ നിന്നാണ് നമുക്ക് ലോഡ് കിട്ടുന്നത്. അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഷെഡിലാണ്. ഇവിടെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട്. ഇവിടുത്തെ ഈ ഐസ് പ്ലാന്റ് പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ മീൻ പിടിച്ചുകൊണ്ട് വരും. ആ ബോട്ടിൽ നിന്ന് ഇവിടുത്തെ വണ്ടിയിൽ, ചെറിയ വണ്ടിയിൽ, പിക്കപ്പിൽ നമ്മൾ നേരെ ജെട്ടിയിലോട്ട് പോകുന്നു. ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ ബോട്ടിൽ നിന്ന് മീൻ ഈ പിക്കപ്പിലോട്ട് പെട്ടിയിലായിട്ട് കയറ്റുന്നു. പെട്ടിയും കൊണ്ട് പിക്കപ്പുമായിട്ട് നമ്മൾ നേരെ നമ്മുടെ ഷെഡിലോട്ട് വരുന്നു. ഷെഡിൽ വന്നിട്ട് ഇവിടുന്ന് ഐസ് ഇട്ട് നേരെ ഡയറക്റ്റ് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റുന്നു, ഫുള്ളാക്കുന്നു, വണ്ടി അടയ്ക്കുന്നു, നമ്മൾ നേരെ തിരിച്ചോട്ട് വരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്ലാൻ. ഇപ്പോൾ നമ്മുടെ അലീബായ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഉച്ച സമയം കഴിഞ്ഞു. നല്ല ചൂട്, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്ക് ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തൈര് കറി, ചോറ്, പിന്നെ നമുക്ക് മീൻ വറുത്തത് അല്ലേ? മീൻ വറുക്കാൻ ഗ്യാസില്ലാത്ത അയ്യോ, ഇനി എന്തോ മീൻ മസാല വെച്ചിട്ട് അയ്യോ പോയി കിട്ടി, ഗ്യാസ് തീർന്ന് കിട്ടി. ചെറിയൊരു ഐഡിയ ഉണ്ട്. ബാക്കിൽ നമ്മളെ പണിക്കാർ അടുപ്പ് ഇട്ടിട്ടില്ല. അവിടെ പോയി പതുക്കെ പൊരിച്ചെടുത്തോണ്ട് വരാല്ലേ. അവിടെ ആകുമ്പോ നല്ല രീതിക്ക് വിറകും കിടപ്പുണ്ട്. തീ കത്തുന്നുണ്ടോന്ന് നോക്കണം. അല്ല, രാവിലെ അവര് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ചക്ക് എന്തായാലും കനലുണ്ടാവും. അമ്മ കുറച്ച് വിറകും കൂടെ എടുത്തിട്ട് പതുക്കെ പൊരിച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ സിലിണ്ടർ കാലിയായി, സാധനം കിട്ടുന്നില്ല. അപ്പൊ ഇതിനെന്ത് ചെയ്യും? അങ്ങനെ ഇത് ആവശ്യമില്ല. എന്തായാലും ചോറെങ്കിലും വേവിച്ചെടുത്തല്ലോ. ചോറും തൈര് കറി. നമുക്ക് മീൻ വണ്ടിയിൽ ഒരു പ്രത്യേകത എന്ന് പറയാൻ, നമുക്ക് മീൻ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലേ. അതില്ല, നമുക്ക് ഓരോ ദിവസം ഓരോ മീൻ എടുക്കുക. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഹാർട്ടായി കിടന്നപ്പോൾ നമുക്ക് മത്തിയായിരുന്നു അല്ലേ. മത്തി നമുക്ക് ഗ്യാസ് ഇനി കാത്തിരിക്കണോ? പക്ഷെ വില കൂടുതലാണല്ലേ. ഇപ്പം കിട്ടുമെങ്കിലും കുറച്ചധികം അവർ വില അധികം വാങ്ങുന്നുണ്ടല്ലേ മുതലാക്കിയിട്ട്. ഇത് ഇത്ര കിലോയുടെ സിലിണ്ടറാണ്? 5 കിലോയുടെ. 500 വാങ്ങുന്നുണ്ട്, 550 മേടിക്കുന്നുണ്ട്, 600 മേടിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല പൈസയാണ്. തൈര് അടിപൊളി. 2 ദിവസമായിട്ട് മീൻ കറിച്ചോണ്ടേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു തൈര് കഴിക്കണമെന്ന്. എന്തായാലും ഇന്ന് നടന്ന്.